ഓണം സദ്യ സീരീസിലെ രണ്ടാമത്തെ വിഭവമായ പുളിയിഞ്ചി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് കുറച്ച് പുളി എടുത്തിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാം. ഇനി ശർക്കരപ്പാനി തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് ശർക്കരപ്പൊടി 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് അരിച്ച് മാറ്റി വെക്കാം. അതിനായിട്ട് കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നേരത്തെ അരിഞ്ഞെടുത്തത് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 3/4 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും 1/4 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ കായപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ തിളച്ച് കുറുകി ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോഴും വളരെ ടേസ്റ്റിയാണ്. ഈ ഓണത്തിന് ഇതുപോലെ പുളിയിഞ്ചി തയ്യാറാക്കാൻ മറക്കല്ലേ.